കേരളത്തിൽ വീണ്ടും വലിയ വിവാദമായി മാറുകയാണല്ലോ PM ശ്രീ പദ്ധതി. ഇടതുപക്ഷ സർക്കാർ ഒപ്പുവെച്ചതുകൊണ്ട് PM ശ്രീ പദ്ധതി ഇനി നടപ്പാക്കാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് VD സതീശൻ സർക്കാർ പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് കേരളം തീരുമാനിച്ചാൽ മോദി സർക്കാരിന് എന്ത് ചെയ്യാനാകും? ഇടതുപക്ഷം ഒപ്പുവെച്ചാൽ അത് BJPയുമായുള്ള ഡീൽ. UDF സർക്കാർ ഒപ്പുവെച്ചാൽ അത് നിവർത്തികേട്. PM ശ്രീയുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ തട്ടിപ്പ് പറയാം. വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. ഒക്ടോബർ 23 PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ കേരള സർക്കാരും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പുവയ്ക്കുന്നത്. എന്താണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്? എന്താണ് KC വേണുഗോപാൽ പറഞ്ഞത്? എന്താണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? BJPയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മുന്നണി, ഈ ഗവൺമെന്റ് ഈ തീരുമാനം എടുത്തതെന്ന് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുക. CPM എങ്ങനെയാണ് നയം മാറ്റിയത്? കേരളത്തിലെ പിണറായി ഗവൺമെന്റ് മോഡി ഗവൺമെന്റിന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. ഒരു BJP സർക്കാരിനേക്കാൾ ആത്മാർത്ഥതയോടെ മോഡിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ഇവിടെ ഈ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന പദ്ധതി, പാഠ്യപദ്ധതി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഈ PM ശ്രീ പദ്ധതിയിൽ മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് PM ശ്രീ എന്ന പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റേസിംഗ് ഇന്ത്യ? എന്തുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അതിനെ എതിർക്കുന്നു? ഏതൊക്കെ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നില്ല? ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന വിഷയമാണ്. PM ശ്രീയിൽ കേരളത്തിന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ മാറ്റവും മാത്രമാണ് നോട്ട് ദ പോയിന്റ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ ആരോപണം ശക്തമാക്കാൻ കോൺഗ്രസും ലീഗുമൊക്കെ ഉയർത്തിക്കാട്ടിയത് ഈ PM ശ്രീ പദ്ധതിയായിരുന്നല്ലോ. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശങ്ങളെ എതിർക്കാത്തതും PM ശ്രീ ഒപ്പുവെച്ചതും ഇടതുപക്ഷത്തെ CPM BJP ഡീലിന്റെ നിഴലിൽ നിർത്തി. വസ്തുതയാണ്, ന്യൂനപക്ഷങ്ങൾ ഒന്നാകെ ഇടതുപക്ഷത്തിനെതിരെ തിരിയാൻ അത് കാരണമായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെയും അമിത്ഷായെയും കണ്ടതിന് തൊട്ടു പിന്നാലെ രഹസ്യമായി PM ശ്രീയിൽ ഒപ്പുവെച്ചത് വലിയ വിവാദമായി. വലിയ ഗൂഢാലോചന എന്നായിരുന്നു ആരോപണം. പക്ഷേ ഇപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് VD സതീശൻ പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അതാണ് ആടിനെ പട്ടിയാക്കൽ എന്ന് പറയുന്നത്. PM ശ്രീയുടെ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ എടുത്ത നിലപാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിന് വിരുദ്ധമായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ ആ തീരുമാനം. ഒടുവിൽ അത് തിരുത്താൻ CPI വേണ്ടി വന്നു. മന്ത്രിമാരെ പിൻവലിക്കും എന്നുവരെ CPI പറഞ്ഞു. ഒടുവിൽ CPMന് ആ വിവാദ തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നു. PM ശ്രീ ഒപ്പുവെച്ചാലേ സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന് കിട്ടേണ്ട 1200 കോടി രൂപ ലഭിക്കൂ. ഇതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയുടെ ന്യായീകരണം. പക്ഷേ 1200 കോടി രൂപയ്ക്ക് വേണ്ടി ഇടതു രാഷ്ട്രീയം BJPക്ക് അടിയറ വെക്കണോ എന്നതായിരുന്നു ഉയർന്ന വിമർശനം. ആ ചോദ്യം ഉയർത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും KC വേണുഗോപാലും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ്? മുഖ്യമന്ത്രിയാകുമ്പോൾ VD സതീശന് ആ നിലപാടില്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് പൊളിറ്റിക്കലായിട്ടും അതിലൊരു സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതൊരു UDFന്റെ തീരുമാനത്തിനനുസൃതമായിട്ടാണ് നമുക്ക് ആ കാര്യത്തിലൊരു നയം സ്വീകരിക്കാൻ കഴിയാം. ഇനി പറയാം, എന്താണ് PM ശ്രീയിലെ നിലവിലെ സ്ഥിതി? 2025 ഒക്ടോബർ 23 പിണറായി വിജയൻ സർക്കാർ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചത്. 2025 നവംബർ 12 പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു. LDF കാലത്ത് MOU ഒപ്പുവെച്ചതുകൊണ്ട് PM ശ്രീയുമായി മുന്നോട്ട് പോകണം എന്നതാണ് UDF സർക്കാരിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുതിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് നൽകിയ റിപ്പോർട്ട്. പദ്ധതിയുടെ MOU ഒപ്പുവെച്ചതുകൊണ്ട് മുന്നോട്ട് പോയേ മതിയാകൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത്. ഇതെന്തൊരു നിലപാടാണ്? 1200 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് പിണറായി സർക്കാരും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അതേ 1200 കോടി രൂപയ്ക്ക് വേണ്ടി ആ പദ്ധതി തുടരാൻ UDF സർക്കാരും തീരുമാനിക്കുന്നു. പിണറായി സർക്കാർ മറന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ നിലപാട് ഇവിടെ VD സതീശനും ബോധപൂർവം മറക്കുകയാണ്.
അപ്പോൾ CPM-നെതിരെ ഉയർത്തിയ ആ ഡീൽ ആരോപണമൊക്കെ വിഴുങ്ങിയോ എന്നാണ് നോട്ട് ദ പോയിന്റിലെ ചോദ്യം. CPM ഒപ്പുവയ്ക്കുമ്പോൾ BJP-യുമായുള്ള ഡീൽ, വർഗീയത, കോൺഗ്രസും ലീഗും ചേർന്ന് അതേ തീരുമാനമെടുക്കുമ്പോൾ അവിടെ മതേതരത്വം എന്നാണ്. ഇനി ധാരണാപത്രത്തിന്റെ കാര്യമാണെങ്കിൽ ഈ ധാരണാപത്രവുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചാൽ മുഖ്യമന്ത്രി VD സതീശനെ മനസ്സിലാക്കാമല്ലോ. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ VD സതീശനും അത് കൃത്യമായി അറിയാം. രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലോ വ്യക്തിയും സ്ഥാപനവും തമ്മിലോ രണ്ട് സർക്കാരുകൾ തമ്മിലോ ഉണ്ടാക്കുന്ന ധാരണ മാത്രമാണ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതൊരു നിയമമല്ല, അതൊരു കരാർ പോലുമല്ല. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നത് അത്ര വലിയ പാതകവുമല്ല. PM ശ്രീയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് കേരളം ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിച്ചതോടെ 2025 ഒക്ടോബർ 23-ന് ഒപ്പുവെച്ച ധാരണാപത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇനി കേരളത്തിന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ധാരണാപത്രത്തിൽ നിന്ന് കേരളത്തിന് പിന്മാറാം. അതുകൊണ്ടാണല്ലോ PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് കേരളത്തിന് കേന്ദ്രത്തോട് പറയാൻ സാധിച്ചത്. ഒരു ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അവിടെയുള്ള ഏക പ്രശ്നം അതിൻ്റെ പരിണിതഫലം എന്താകും എന്നത് മാത്രമാണ്. ഇവിടെയുള്ള പരിണിതഫലം എന്നത് കേന്ദ്രം വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള ഫണ്ട് തടഞ്ഞു വയ്ക്കും എന്നത് തന്നെയാണ്. അതല്ലാതെ നിയമപരമായി ഒരു തിരിച്ചടിയും കേരളത്തിനെതിരെ ഉണ്ടാകില്ല. PM ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള സഹായം തടഞ്ഞു വയ്ക്കുമെന്നത് മോദി സർക്കാരിൻ്റെ ഭീഷണിയാണ്. അതിനെ ഭീഷണിയായി തന്നെ കാണണം. അത് കേന്ദ്രത്തിൻ്റെ ഭരണഘടനാപരമായ അധികാരമല്ല, നിയമപരമായ അധികാരവുമല്ല. അത് രാഷ്ട്രീയ ഭീഷണി മാത്രമാണ്. കേന്ദ്രം നിശ്ചയിക്കുന്നത് നിങ്ങൾ പഠിപ്പിക്കണമെന്ന രാഷ്ട്രീയ ഭീഷണി മാത്രമാണ്. അതിനെ നേരിടേണ്ടത് കീഴടങ്ങിയിട്ടല്ല, രാഷ്ട്രീയമായും നിയമപരമായും പോരാടിയിട്ടാണ്. PM ശ്രീ നടപ്പാക്കില്ലെന്ന് തീരുമാനിച്ചാൽ എന്തുകൊണ്ട് സർവശിക്ഷാ അഭിയാൻ ഉൾപ്പെടെ നൽകേണ്ട പണം കേന്ദ്രം തടഞ്ഞു വെക്കുന്നുവെന്ന് നട്ടെല്ല് നിവർത്തി ചോദ്യം ചെയ്യാൻ കേരളത്തിന് സാധിക്കണം. ഒന്നുകൂടി ആവർത്തിക്കട്ടെ, PM ശ്രീയിൽ CPM ഒപ്പുവയ്ക്കുമ്പോൾ അത് BJP-യുമായുള്ള ഡീലാണെങ്കിൽ മുഖ്യമന്ത്രി VD സതീശന്റെ നീക്കത്തെ എന്തു വിളിക്കും? മറ്റൊരു വിഷയവുമായി നോട്ട് ദ പോയിന്റിൽ വീണ്ടും കാണാം.